ഹലോ മക്കളെ, അപ്പോൾ നമ്മളെ ബേസിക് സയൻസിന്റെ പരീക്ഷ ഇങ്ങെത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഏതൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ള ആ ഒരു അസുലഭ സുന്ദര മുഹൂർത്തമാണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഇന്ന് പിടിച്ചോ. ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് എന്ന് നമ്മൾ അങ്ങോട്ട് പറയാൻ പോവാണ്. അതിനു മുമ്പേ കുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ചോദ്യങ്ങൾ അതേപോലെ ആവർത്തിക്കുക എന്ന് ഞാൻ അവകാശപ്പെടൂല. കാരണം അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിക്കാൻ പറ്റും, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് എന്ന് ആ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയാണ്, ആ ചോദ്യങ്ങൾ അതേപോലെ വരിക എന്നുള്ളതല്ല. പകരം ആ ചോദ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്താണ്, അത് ഏതു ചാപ്റ്ററിൽ നിന്ന് വരുന്നു, അതിന്റെ ആൻസർ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ബേസിക് സയൻസ് പരീക്ഷ നമ്മൾ തൂക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ വേണ്ട. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, സൊല്യൂഷൻ ഓഫ് സം കെമിക്കൽ റിയാക്ഷൻസ്. മക്കളെ കുറച്ച് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സാൾട്ടുകളും തന്നിട്ടുണ്ട്. നമുക്കറിയാം ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്, ആസിഡുകളും ബേസുകളും ലവണങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ മൂലയിൽ നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നുണ്ട് മക്കളെ? സാൾട്ടിന്റെ ഐഡന്റിഫിക്കേഷൻ അഥവാ ലവണങ്ങളെ തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രസകരമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് എഴുതാനുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. അപ്പൊ ഞാൻ ഈ ചോദ്യം അതേപോലെ വരും എന്നല്ല പറയുന്നത്. ഈ ചോദ്യം പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ മൂലയിലുള്ള സാൾട്ട് അഥവാ ലവണങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ പഠിച്ചോളണം, സാൾട്ട് അല്ലെങ്കിൽ ലവണം എന്താണ്, തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേപോലെ ഒരു ചോദ്യം വരുന്ന സമയത്ത് മക്കൾ തൂക്കിയിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആസിഡ് ഈസ് കമ്പൈൻഡ് വിത്ത് കാർബണേറ്റ് ആൻഡ് റിലീസസ് ഡാഷ് ഗ്യാസ്. നമുക്കറിയാം ആസിഡ് കാർബണേറ്റുമായിട്ട് ചേർന്നാൽ അല്ലെങ്കിൽ കാർബണേറ്റുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ വൺ വേർഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ഈ ചോദ്യം അതേപോലെ ആവർത്തിക്കാം, അല്ലെങ്കിൽ ആസിഡ് ഒരു മെറ്റൽ ഒരു ലോഹവുമായിട്ട് ചേർന്നുണ്ടാവുന്ന ഗ്യാസിന്റെ പേരൊന്നും ചോദിക്കാം, അല്ലെ? അങ്ങനെയും ചോദ്യം വരാം. അതായത് ഒരു ആസിഡ് ഒരു മെറ്റലുമായിട്ട് ചേർന്നാൽ, ആരുമായിട്ട് ചേർന്ന മക്കളെ? ഒരു മെറ്റലുമായിട്ട് ചേർന്നാൽ, അല്ലെങ്കിൽ ആസിഡ് ഒരു ലോഹവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗ്യാസ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കൂല. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസിന്റെ പേരാണ് ഹൈഡ്രജൻ ഗ്യാസ്. മറന്നു കേട്ടോ. അപ്പോൾ കാർബണേറ്റുകളായിട്ടാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ആസിഡ് മെറ്റൽ അഥവാ ലോഹങ്ങളുമായിട്ടാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ്. പഠിച്ചു വെച്ചോളാം. ചിലപ്പോൾ ഇത് അതേപോലെ തന്നെ വരാം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നു. നോക്കിക്കോടാ മക്കളെ, നോക്കിക്കോടാ. സ്റ്റേറ്റ്മെന്റ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തരും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട് അല്ലെങ്കിൽ ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 തരും. എന്നിട്ട് ഏതൊക്കെയാണ് ശരി എന്ന് നമ്മൾ കണ്ടെത്തണം. മലയാളത്തിലുണ്ട് കേട്ടോ. പ്രസ്താവന 1, പ്രസ്താവന 2. എന്നിട്ട് പ്രസ്താവന 1 ശരിയാണോ നോക്കുക, ശരിയാണെങ്കിൽ ശരി, പ്രസ്താവന 2 തെറ്റാണെങ്കിൽ തെറ്റ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതുക എന്നുള്ള ഒരു കലാപരിപാടി ഉണ്ട്. അപ്പൊ പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഏത് ചാപ്റ്ററാണ് ബന്ധപ്പെട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ആസിഡ് ബേസസ് ആൻഡ് സാൾട്ട്. ചിലപ്പോൾ എന്താണ് ഹീറ്റ് അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ എന്താണ് ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ഈ ചോദ്യം വന്നാൽ ചെയ്യുക എന്നുള്ളതാണ് മക്കൾ പഠിക്കേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതാ നോക്കൂ മക്കളെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ബോട്ടിൽ ഓഫ് സാൾട്ട് തന്നിട്ടുണ്ട്. ഈ സാൾട്ട് ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ അകത്ത് ആരുണ്ട് മക്കളെ? ഈ ലിറ്റിൽ ബാരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. ബാരിയം ക്ലോറൈഡ് എവിടെയാണോ ഉള്ളത്? അത് സൾഫേറ്റിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എവിടെ നിന്ന് മനസ്സിലായി? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ, സാൾട്ടുകളെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ലവണത്തിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യവും ഇങ്ങനെ തന്നെ ഇതാ. ചിലപ്പോൾ 2 ചോദ്യങ്ങൾ സാൾട്ടുമായിട്ട് ബന്ധപ്പെടാം, ചിലപ്പോൾ 3 ചോദ്യങ്ങൾ സാൾട്ട് അല്ലെങ്കിൽ ലവണമായിട്ട് ബന്ധപ്പെടാം. അതൊക്കെ നമ്മൾ എന്താണ് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ശരി, നമ്മൾ എത്ര ചോദ്യങ്ങൾ ചോദിക്കട്ടെ, എത്ര ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, പക്ഷേ നമ്മൾ സാൾട്ട് അല്ലെങ്കിൽ ലവണത്തിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം
ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. അതിന് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് നിർവിരീകരണ രാസപ്രവർത്തനം അല്ലെ. ഒരു ആസിഡ് ഒരു ബേസുമായിട്ട് ചേരുന്നതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവിരീകരണം എന്ന് പറയുന്നത്. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. പഠിച്ചു വെക്കണം മക്കള്. ന്യൂട്രലൈസേഷൻ എന്താണ്, ന്യൂട്രലൈസേഷന്റെ എക്സാമ്പിൾ എന്താണ്, അത് എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ന്യൂട്രലൈസേഷൻ അഥവാ നിർവിരീകരണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം മക്കൾ നന്നായിട്ടൊന്ന് പഠിക്കുക കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഓക്കെ, അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. A is combined with the oxygen to form B and B dissolve in water to form an acid. Find A and B. ഇത് കുറച്ച് അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം, ഈ മെറ്റാലിക് ഓക്സൈഡ്സുകൾ ഉണ്ട്, ലോഹ ഓക്സൈഡുകളും അലോഹ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ഭാഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റാലിക് ഓക്സൈഡുകൾ ആണ് എന്ത് സ്വഭാവം കാണിക്കുന്നത്, ബേസിക് സ്വഭാവമാണെങ്കിൽ നോൺ മെറ്റാലിക്സ് ഓക്സൈഡുകൾ അഥവാ അലോഹ ഓക്സൈഡുകൾ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്, ആസിഡിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ലോഹ ഓക്സൈഡുകൾ മെറ്റൽ ഓക്സൈഡുകൾ ഏതിന്റെ സ്വഭാവം കാണിക്കുന്നു, ബേസിക സ്വഭാവം കാണിക്കുന്നെങ്കിൽ മെറ്റോൻ ആസിഡിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളൊരു സൂചനയാണ് ഈ ചോദ്യം നമുക്ക് നൽകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്, ഈ സോഡ വാട്ടർ ഈസ് അസിഡിക് ഓർ ബേസിക്? സോഡ വെള്ളം ആസിഡ് ആണോ ബേസ് ആണോ? ഒരിക്കലുമല്ല, ബേസ് അല്ല, അതൊരു ആസിഡ് ആണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറുമായിട്ട് ചേർത്തിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ആസിഡ് ഉണ്ടാവും. ആ ആസിഡിന്റെ പേരാണ് H2CO3 എന്നാണ് നമ്മൾ വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് കാർബോണിക് ആസിഡ് എന്നാണ് പറയാം. വലിയ സ്ട്രോങ് ഒന്നല്ല, അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ, റെഡിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ ഓക്സൈഡുകളും അല്ലെങ്കിൽ ലോഹ ഓക്സൈഡുകൾ, മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ ലോഹ ഓക്സൈഡുകൾ പഠിച്ചു വെക്കുക. നോൺ മെറ്റൽ ഓക്സൈഡ് അഥവാ അലോഹ ഓക്സൈഡുകൾ, ഈ രണ്ട് കാര്യത്തിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ഏരിയ നിങ്ങളോട് കൃത്യമായിട്ട് വായിക്കാനാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്, രണ്ട് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നാളെ, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ലോ സാറേ, ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് എവിടെ കിട്ടും? നിങ്ങൾ കുറെ ചോദ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ ടോപ്പിക് നിങ്ങൾ പഠിച്ച്, പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള കറക്റ്റ് ഉത്തരം എപ്പം കിട്ടും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ വരുന്നത്. ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ടുകൾ എന്താണ്, ഇതിന് പാട്ട് എന്തെങ്കിലും ഉണ്ടോ, ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ, കഥാപ്രസംഗം എന്തെങ്കിലും ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഏത് ടഫ് കാര്യങ്ങളും ഞങ്ങൾ പഠിപ്പിച്ചു തരും, ഒരു സംശയമില്ല. അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, കൃത്യസമയത്തിന് ലൈവ് ക്ലാസ്സിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തൂക്കിയിരിക്കുമെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. ബേസിക് സയൻസ് എഡ്യൂബോർഡിന്റെ കൂടെ അങ്ങോട്ട് കൂടിയുള്ള നമ്മൾ പരീക്ഷ തൂക്കിയിരിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യങ്ങൾ അതേപോലെ വരിക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ ചോദ്യത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെ പഠിക്കുക, അതിന്റെ ആൻസറിലേക്ക് എത്തുന്ന രീതി പഠിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.